എടാ ശ്രീകുട്ടാ, നീ അറിഞ്ഞോ ഇന്നലെ രാജുവും രാജേഷും തമ്മിൽ അടിയായിരുന്നെന്ന്? പൊരിഞ്ഞടിയാന്നാ പിള്ളാര് പറയുന്നത്. രാജുവും രാജേഷുവോ? അവര് തന്നെ. എന്താ നീ അവരുടെ പേര് കേട്ടിട്ടില്ലയോ? അതല്ലേടി, അവര് തമ്മിൽ വഴക്കിടാൻ ചാൻസേ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഓ, അതായിരുന്നല്ലേ. എന്തായാലും വഴക്ക് കാണാൻ പറ്റിയില്ല, അതാ ഒരു സങ്കടം. ശരിയാ, നമ്മള് വഴക്ക് നടന്നപ്പോ ഇല്ലാതിരുന്നു പോയി. ഇല്ലേ വഴക്ക് കണ്ട് രസിക്കായിരുന്നു. അതെ അതെ, കട്ട ചങ്സ് അല്ലായിരുന്നു. എന്ത് ഷോ ആയിരുന്നു നമ്മുടെ മുമ്പിലൊക്കെ. ഇപ്പോ ആ കിടക്കുന്ന കട്ട ചങ്കല്ല. അത് തന്നെ, എനിക്കെത്ര സന്തോഷമായെന്ന് അറിയാവോ അവര് തമ്മിൽ വഴക്കിട്ടപ്പോ. ഭയങ്കര സന്തോഷം, എന്താന്ന് അറിയത്തില്ല. നമ്മള് കൂടുതൽ സന്തോഷിക്കണ്ട, അവന്മാര് മഹാപെശക. അവന്മാരല്ലേ ആൾക്കാര്. ചിലപ്പോ നമ്മള് തമ്മിൽ വഴക്കുണ്ടാകും അവന്മാര് കാരണം. പിന്നെ അവന്മാരിങ്ങ് വരട്ടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവന്മാര് തമ്മിൽ തല്ലു പിടിക്കുന്നതിന് നമ്മളെന്ത് പിഴച്ചിട്ടാ? അതൊന്നും എനിക്കറിയത്തില്ല. അവന്മാര് ചുമ്മാ ഓരോരുത്തരായിട്ടങ്ങ് തല്ലുവന്നേ. എന്താടാ നിന്റെ മുഖശേപ്പ് മാറിയത്? പേടിയാണോ? എനിക്കെന്തിനാ പേടി? എനിക്കൊരു പേടിയല്ല അവന്മാരെ. പിന്നെ ഞാൻ പേടിക്കൊന്നുമില്ല. അവന്മാരെന്താ പിടിച്ച് വിഴുങ്ങുവോ? അതൊന്നും ചെയ്യത്തില്ലല്ലോ. മനസ്സിലായി. നിനക്ക് പേടിയുണ്ടെങ്കിൽ തന്നെ നീ പേടിക്കണ്ടേ. ഞാനില്ലേ നിന്റെ കൂടെ. ഏതവന്മാരും വന്നാലും ഞാൻ ഫ്രണ്ടിൽ കയറി നിന്നോളാം. പെമ്പിള്ളാരെ അവന്മാര് തൊടത്തില്ല. അങ്ങനെ നീ രക്ഷപ്പെടും. അയ്യേ, ആമ്പിള്ളാർക്കെന്താ വിലയില്ലെന്നാണ് നീ കരുതിയത്? ഞാനും അടിക്കും അവന്മാരെ. അടിച്ചാ പിന്നെ അവന്മാര് നിക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അതെ അവന്മാര് വെറുതെ നിക്കത്തില്ല. നിന്നെ പിടിച്ചിട്ട് ചാമ്പിയട്ടെ അവന്മാര് പോത്തോളൂ. പിന്നെ ആമ്പിള്ളാർക്കൊക്കെ വിലയുണ്ട്, പക്ഷെ നിനക്ക് അവിടെ ഒരു വിലയും ഇല്ലടാ. നീ അതെന്താടി അങ്ങനെ പറഞ്ഞേ? ഞാനും ഒരാണല്ലേ, പിന്നെ എന്ത്? എടാ മോനെ, നിന്റെ കണ്ണിലാണ് നീ ഒരാണ്, പക്ഷെ എന്റെ കണ്ണില് നീ ഒരാണല്ലടാ. കൂടുതൽ അങ്ങനെ കേൾക്കല്ലേ. ഞാൻ നിന്നെക്കാട്ടിലും 1 വയസ്സ് മൂത്തതാന്ന് നീ ഓർക്കണം. എന്തോ ഇങ്ങനെ? 1 വയസ്സല്ല, 1 മാസം. വയസ്സങ്ങേ നീ അങ്ങ് മാറ്റി വെച്ചേരെ. 1 മാസം തന്നെ. എങ്കിലും ഞാനല്ലേ എവിടെ മൂത്തത്? നിനക്കൊന്നും മര്യാദ കാണിച്ചുകൂടായോടി? ഞാനെന്തിനാടാ നിനക്ക് മര്യാദ പറഞ്ഞേ? നീ വഴി കിടക്കുന്ന പിച്ചക്കാർക്ക് നീ മര്യാദ വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അതുപോലെ തന്നെയാടാ എനിക്ക് നീയും. ഞാനൊരു മര്യാദയും നിനക്ക് തരത്തില്ല. ഇതെന്തുപാടി നീ ഇങ്ങനെ? നമ്മളെന്തൊരു ജനിച്ച് വീണപ്പോഴേ നിനക്ക് എന്നോട് ശത്രുതയായിരുന്നു അല്ല? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിനക്ക് എന്നെ കണ്ടിട്ട് അങ്ങ് ചൊറിയാണല്ലോ. ഇനി ചൊറിയുമല്ല ഈ ലച്ചു ചെയ്യുന്നത്. പേടിച്ചു വെച്ചങ്ങ് മാന്തും, പറഞ്ഞേക്കാം. ഓഹോ, ഇത്ര നേരം മിണ്ടായിരുന്നപ്പോ നീ തലയിൽ കയറി നിറങ്ങുവാണ്. എന്റെ സ്വഭാവം അറിയത്തില്ല ലച്ചു നിനക്ക്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മയും അച്ഛനും ഇല്ലാത്തോണ്ടാ ഞാനെങ്ങാതിരിക്കുന്നത്. അവരുണ്ടാന്നേ വെച്ച് ചാമ്പ്യന്. നിന്റെ സ്വഭാവമൊക്കെ ഞാൻ കണ്ടതാടാ. ഇനി നമ്മൾ തമ്മിലായിരിക്കും ഫേസസ് നിൽക്കുന്നത്. എന്ത് കാസസാ? വല്ലം പറയുണ്ടെങ്കിൽ മലയാളത്തിൽ പറയടി. എന്റെ മോനെ, പഠിക്കാൻ വിട്ട സമയത്ത് നീ പഠിക്കണമായിരുന്നു. അല്ലാതെ സിനിമ തിയേറ്ററിലും കഫേയിലും ഒക്കെ കറങ്ങി നടന്നാലേ നീ ഇങ്ങനെ ഉള്ളത് അനുഭവിക്കേണ്ടി വരും. വേസസ് മീൻസ് നേരിട്ട് ഇനി നമ്മൾ തമ്മിലായിരിക്കും വഴക്ക്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി കാണാടി നമ്മൾ തമ്മിലുള്ള യുദ്ധം. ഇവിടെ വെച്ച് ആരംഭിക്കാൻ തുടങ്ങുക. നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല.
പറഞ്ഞേക്കാം. അത് തന്നെയാടാ എനിക്കും ആവശ്യം. നീ എന്നോട് മിണ്ടിയാലും മിണ്ടിയില്ലേലും എനിക്ക് പുല്ല്. അത്ര വിലയെ ഞാൻ നിനക്ക് തരുന്നോള്. അതുകൊണ്ട് പോടി അവിടുന്ന്. പോടാ വഴി വിട്ട് പോ. അയ്യേ, എന്തോ വിലച്ചോ നീ പറയുന്നത്? വളി വിട്ട് പോവാനോ? അയ്യേ, നിന്റെ സ്വഭാവം ഒന്നും എനിക്കില്ല. നിന്റെ സ്വഭാവം നിന്റെ കൈ വെച്ചാ മതി, എൻ്റെ അടുത്ത് എടുക്കല്ലേ. എന്റെ പൊന്ന് ശ്രീകുട്ട, വഴി വിട്ട് പോവാനല്ല, വഴി, റോഡ്, ഏരിയ എന്നൊക്കെ പറയത്തില്ലേ, അവിടം വിട്ട് പോവാൻ. ഈ ചെറുക്കന് മലയാളം അറിയത്തില്ല. അങ്ങനെ ഇനി വേഴ്സസ് ആരംഭിക്കുന്നു. ഞാൻ പോട്ടപ്പം. എന്റെ പൊന്നോ, ഈ ചെറുക്കനെ കൊണ്ട് തോറ്റ്. വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല, നീ ചെല്ല്.